ഹലോ എവരിവൺ. മാതാപിതാക്കളായ നാം നമ്മുടെ കുട്ടികളോട് പറയാൻ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ നമ്മളുടെ കുട്ടികളോട് പറയാൻ ഉപയോഗിക്കുന്ന അല്ലെ പറയുന്ന വാക്കുകളാണ് അവരുടെ വളർച്ചയ്ക്ക്, ആ വളർച്ച എന്ന് പറയുമ്പോൾ അവരുടെ വൈകാരികമായ വളർച്ച, അതോടൊപ്പം അവരുടെ ആത്മാഭിമാനം വളർത്തിയെടുക്കാൻ ഒക്കെ സഹായിക്കുന്നത് നമ്മൾ മാതാപിതാക്കള് നമ്മുടെ കുട്ടികളോട് പറയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ നല്ല കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും അല്ലെ. എന്നാൽ അത്യാവശ്യമായിട്ട് നമ്മൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മളുടെ മക്കളോട് പറയേണ്ട കാര്യങ്ങൾ, അവരെ പോസിറ്റീവായിട്ട് അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ നിലനിർത്താൻ തരത്തിന് പാകപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നമ്മളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. വളരെ ലളിതമായ മൂന്നേ വാക്കുകൾ അല്ലെ. പലപ്പോഴും നമ്മളൊക്കെ പറയാൻ മടി കാണിക്കുന്ന ഒരു കാര്യവുമാണിത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ കുട്ടികളോട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അവരുടെ ആത്മവിശ്വാസം വളർത്താൻ, അവരിൽ സന്തോഷം വളർത്തിയെടുക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ജേണൽ ഓഫ് സൈക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നത് നമ്മളുടെ കുട്ടികളോട് നമ്മൾ ദിവസവും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതിന് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും വേണ്ട. നമ്മുടെ കുട്ടികളോട് ഒരല്പനേരം നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുമ്പോൾ അത് പറയേണ്ട രീതിയിൽ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ മാതാപിതാക്കൾ എന്നല്ലേ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു കെയർ, നമ്മളുടെ ഒരു കൺസേൺ നമ്മൾ കുട്ടികളോട് കാണിക്കുമ്പോൾ അത് അവരുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം അവർക്ക് അവരുടെ സന്തോഷം ഉയർന്ന നിലയിലാക്കാനും സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു, അല്ലെങ്കിൽ ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയാനായിട്ട് തയ്യാറാവുക. ചെറിയ ചെറിയ നേട്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ഒരു കാര്യമായിരിക്കാം, അവരാൽ കഴിയുന്ന രീതിയിൽ നന്നായി ചെയ്തു കഴിയുമ്പോൾ ഒരു പിശുക്കും കൂടാതെ നമ്മുടെ കുട്ടിയോട് പറയുക ഐ എം പ്രൗഡ് ഓഫ് യു, നീ അത് ചെയ്തല്ലോ എന്നുള്ളത് നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ കുട്ടിയിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ ഒരുപാട് സഹായിക്കും. ഇതിനെ സംബന്ധിച്ചു ഈ ഒരു വാക്ക്, അതായത് ഐ എം പ്രൗഡ് ഓഫ് യു എന്ന വാക്ക് നമ്മുടെ കുട്ടികളോട് നമ്മൾ നിരന്തരം പറയുന്നത് അത് ആത്മവിശ്വാസം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ഒരുപാട് സഹായിക്കുമെന്ന് അടുത്ത കാലത്ത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. നന്ദി അല്ലെങ്കിൽ താങ്ക് യു എന്ന വാക്ക് നമ്മളൊക്കെ നമ്മുടെ കുട്ടികളോട് പറയാൻ വളരെയധികം പിശുക്ക് കാണിക്കുന്ന ഒരു വാക്കാണ് അല്ലെ. ആവശ്യമുള്ളിടത്ത്, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കുഞ്ഞുങ്ങള് അവരാലാകും വിധം ചെയ്യുമ്പോൾ ഒരു താങ്ക് യു എന്ന് നമ്മളൊന്ന് പറയാൻ ശ്രമിച്ചാൽ കുട്ടികളിൽ അത് ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് അതൊരു പോസിറ്റീവായ രീതിയിലാണ്. ഞാനത് ചെയ്തു കൊടുത്തതിന് ആ പേരൻസ് എന്നോട് പറയുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആ ഒരു പദത്തിന്റെ പ്രാധാന്യം വരുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ കീഴിലാണ്, അതുകൊണ്ട് തന്നെ അവരോട് താങ്ക് യു അല്ലെങ്കിൽ സോറി പോലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തോ ചെറുതായി പോകും, അവിടെ ഒരു വലിപ്പ വ്യത്യാസത്തിന്റെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു മനോഭാവം ഒക്കെ പലപ്പോഴും പേരൻസിന് തോന്നാറുണ്ട്. നമ്മുടെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവരോടൊരു താങ്ക് യു പറയാൻ തയ്യാറാവുമ്പോൾ അവിടെ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ മാതൃകയായിട്ടാണ് മാറുന്നത്. എന്തിന്റെ ഒരു മാതൃകയാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? നമുക്കൊരു ഉപകാരം ആരെങ്കിലും ചെയ്താൽ അവിടെ അവരോട് നന്ദി പറയുക എന്നുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കാനായിട്ട് അത് കുട്ടികളെ സഹായിക്കും. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും അധികം പ്രോത്സാഹനം നൽകാനായിട്ട് ഹെൽപ്പുള്ള ഒരു സെന്റൻസ് ആണ് നിങ്ങൾ തെറ്റുകൾ വരുത്തിക്കോളൂ, അതിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ മക്കളുടെ അടുത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന് പറയുന്നവരാണ്. അതിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ അല്ലെ പാകപ്പിഴ എന്ന് പറയുന്നത് പലപ്പോഴും പുതിയ കാര്യങ്ങൾ, നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് അവർ ഓരോ കാര്യങ്ങളും ചെയ്താണ് പഠിക്കുന്നത് അല്ലെ. ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ ആ ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പരീക്ഷിക്കാനും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് മടി കാണും. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യാൻ തുടങ്ങുമ്പോഴേ അവരോട് പറയുക. നമ്മൾ ഉദാഹരണത്തിനാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു ജോലി ഇതുവരെ നമ്മുടെ കുട്ടി ചെയ്തിട്ടില്ല, ആ ഒരു കാര്യം നമ്മളോട് ചെയ്യാതെ നമ്മൾ നമ്മുടെ കുട്ടിയോട് പറയുമ്പോൾ ചെയ്തോ കുഴപ്പമില്ല, എന്തെങ്കിലും തെറ്റ് വന്നാലും സാരമില്ല, നമുക്ക് മെച്ചപ്പെടുത്താം, അടുത്ത തവണ അതൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞൊരു ധൈര്യപ്പെടുത്താൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഉത്സാഹം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് കേൾക്കാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന
കാര്യങ്ങളിൽ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ കുട്ടികളിൽ വിശ്വാസമുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അത് അവരുടെ ജീവിതത്തിൽ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആത്മവിശ്വാസത്തോടെ ആ കാര്യം ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയേണ്ട ഒരു വാചകമാണ് ഞാൻ നിന്നെ എങ്ങനെ സഹായിക്കണമെന്ന്. നമ്മുടെ കുട്ടികളാണെങ്കിലും അവർക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ അവരുടെ സ്കൂളിലാണെങ്കിലും അല്ലെ അവർക്ക് കൂട്ടുകാരുടെ ഇടയിൽ നിന്നൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ അവർ വന്ന് നമ്മളോട് പലപ്പോഴും പറയാറുമുണ്ട്. നമ്മളത് കുട്ടികളുടെ കാര്യമല്ലേ, അതൊന്നും വലിയ ഒരു വിഷയം ആക്കട്ടെ എന്ന രീതിയിലാണ് പറയുന്നത് പലപ്പോഴും. എന്നാൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് നിന്നെ ഈ കാര്യത്തിൽ സഹായിക്കേണ്ടത്, അല്ലെ പഠനത്തിൽ അല്പം പുറകോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് അടുത്ത ദിവസം സ്കൂളിലെ കുട്ടിക്ക് കാഴ്ചവെക്കണം. അവിടെ നമ്മളോട് വന്ന ആ കുട്ടി എനിക്ക് നാളെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് നിന്നെ ആ ഒരു കാര്യത്തിന് സഹായിക്കേണ്ടത് എന്ന് വേണം നമ്മുടെ കുട്ടികളോട് ചോദിക്കാൻ. ഇങ്ങനെ ചോദിക്കുമ്പോഴുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടിക്ക് ഒരു തോന്നൽ വരും, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെ എന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇല്ലാത്തതും ഈ ഒരു ചിന്തയാണല്ലേ. അതുകൊണ്ടാണ് അവർ പല രീതിയിലുള്ള മോശപ്പെട്ട ഒരു വഴികളിലേക്കൊക്കെ പോകുന്നത്. നമ്മുടെ പേരൻസ് നമുക്കുണ്ട് എന്നുള്ളൊരു ചിന്ത, എനിക്ക് ധൈര്യമായി സഹായമായി ബലമായി കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായെങ്കിൽ ജീവിതത്തിൽ മുന്നേറാനായിട്ട് അവരെ അത് സഹായിക്കും. സോറി നമ്മളൊക്കെ പറയാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികളോട് മടിക്കുന്ന ഒരു വാക്കാണ് സോറി അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ നമ്മുടെ പേരൻസിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു തെറ്റ് വരില്ല അല്ലെ വീഴ്ച വരില്ല എന്നുള്ള മനോഭാവമാണ് പേരൻസിന് എപ്പോഴും ഉള്ളത്. പക്ഷെ നമ്മളൊക്കെ മനുഷ്യരാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികളെ ചിലപ്പോൾ ചില കാര്യത്തിൽ നമ്മൾ ശകാരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്തു കഴിയുമ്പോഴായിരിക്കും നമുക്ക് അറിയുന്നത് ആ കുട്ടി ആ കാര്യത്തിൽ നിരപരാധി ആയിരുന്നു എന്നുള്ളത്. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ തെറ്റ് നമ്മൾ അംഗീകരിക്കുക. എനിക്ക് തെറ്റ് പറ്റിപ്പോയതല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് നമ്മുടെ കുട്ടിയോട് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും പേരൻസ് എന്ന നിലയിൽ നമ്മൾ അവരുടെ മുമ്പിൽ താഴുകയോ ചെറുതായി പോവുകയോ അല്ലെങ്കിൽ മോശപ്പെട്ടവരാകുകയോ അല്ല ചെയ്യുന്നത്. അവിടെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. തെറ്റു വന്നാൽ അത് ഏറ്റു പറയാനും എന്റെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് അംഗീകരിക്കാനും ഉള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നാൽ ഒരു സോറി പറയുക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നതും മാതൃകയാക്കുന്നതും ഒക്കെ അവരുടെ മാതാപിതാക്കളെ തന്നെയാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ല പെരുമാറ്റങ്ങളും നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും ഒക്കെ ഉണ്ടായെങ്കിൽ നമ്മുടെ കുട്ടികൾ അത് സ്വീകരിക്കും. അവർ നമ്മളെയാണ് റോൾ മോഡലായിട്ട് മുൻപിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് അവരുടെ യാത്ര തുടരുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം നല്ല നല്ല വാക്കുകൾ നമ്മുടെ കുട്ടികൾ എപ്പോഴും ശകാരിക്കുക, എപ്പോഴും നിന്നെ ഒന്നിനും കൊള്ളില്ല, മോശമാണ്, നീ കഴിവ് കുറഞ്ഞതാണ്, അല്ലെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഇതൊന്നും ഓർത്തായിരിക്കുകയല്ല ചെയ്യുന്നത്. മാതാപിതാക്കൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ കുട്ടി ഏറ്റവും നന്നായിട്ട് വലുതാകണം അല്ലെ നന്നായിട്ട് മാറണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് കൂടുതൽ പെർഫോമൻസ് മെച്ചപ്പെടുത്താനായിട്ട് ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫലമായിരിക്കുകയല്ല ഇത് നമ്മുടെ കുട്ടികളിൽ ചെലുത്തുന്നത്. അവരെ നെഗറ്റീവായിട്ടുള്ള ഒരു മേഖലകളിലേക്ക് കൊണ്ടുവരേണ്ട ആത്മവിശ്വാസക്കുറവ്, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും അവരുടെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന നല്ല നല്ല വാക്കുകൾ പറയാൻ നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം. നമുക്ക് ശീലമില്ലാത്ത കാര്യം തന്നെയാണ് ഇതെല്ലാം. പക്ഷെ നമ്മളത് ബോധപൂർവം ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ആത്മവിശ്വാസവും സന്തോഷവും എനിക്ക് സഹായത്തിന് എൻ്റെ മാതാപിതാക്കൾ ഉണ്ട് എന്നുള്ള ഒരു ബോധവും ഒക്കെ വളർത്തിയെടുക്കാനും അത് അവരുടെ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള വളർച്ചയ്ക്കും സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.